ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്ന്, രാമായണവുമായി നേരിട്ട് ബന്ധമുള്ള ദിവ്യഭൂമി, ഭഗവാൻ ശ്രീരാമൻ സ്വയം ശിവലിംഗം പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ച സ്ഥലം. ഒരു ദർശനം മാത്രം കൊണ്ട് പാപങ്ങൾ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്ന മഹാക്ഷേത്രം, ഭഗവാൻ മഹാദേവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ഈ മഹാക്ഷേത്രമാണ് ലോക പ്രശസ്തമായ രാമനാഥസ്വാമി ക്ഷേത്രം. രാമായണ പ്രകാരം രാവണവധത്തിനു ശേഷം ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്നും മോചനം നേടാൻ ഭഗവാൻ ശ്രീരാമൻ ശിവഭഗവാനെ ആരാധിക്കണമെന്ന് മഹർഷിമാർ നിർദ്ദേശിച്ചു. അതിനെ തുടർന്ന് ഹനുമാൻ സ്വാമിയെ കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ അയച്ചു. പക്ഷേ വൈകിയതിനാൽ സീതാദേവി മണലിൽ നിർമ്മിച്ച ശിവലിംഗമാണ് ഭഗവാൻ ശ്രീരാമൻ ആദ്യം പൂജിച്ചത്. അതാണ് ഇന്നത്തെ രാമനാഥസ്വാമി എന്ന വിശ്വാസം. പിന്നീട് ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന ലിംഗവും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ശിവഭഗവാനും ശ്രീരാമ ഭഗവാനും തമ്മിലുള്ള ആത്മീയ ബന്ധം ഭക്തർ ഏറെ വിശുദ്ധമായി കാണുന്നു. ഇവിടെ ദർശനത്തിന് ഒരു പൂർണ്ണ രീതിയുണ്ട്. രാമേശ്വര ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അഗ്നി തീർത്ഥ സ്നാനം. ക്ഷേത്രത്തിന് മുന്നിലുള്ള സമുദ്ര ഭാഗമാണ് അഗ്നി തീർത്ഥം. ആദ്യം അവിടെ മുങ്ങിക്കുളിച്ച് അതേ ഈറനോടെ ക്ഷേത്രത്തിനകത്തെ 22 തീർത്ഥ കിണറുകളിലെ ജലം ദേഹത്തൊഴിച്ച ശേഷം നനഞ്ഞ വസ്ത്രം മാറ്റി ശുദ്ധവസ്ത്രം ധരിച്ച ശേഷമാണ് പ്രധാന ദർശനത്തിന് പോകുന്നത്. ഈ രീതിയിൽ ദർശനം നടത്തിയാൽ ജീവിതത്തിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നും പിതൃദോഷങ്ങൾ മാറുമെന്നും മോക്ഷാനുഗ്രഹം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദിവ്യഭൂമിയിലെത്തി അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് 22 തീർത്ഥങ്ങളുടെ പുണ്യജലം സ്വീകരിച്ച് ഭഗവാൻ രാമനാഥസ്വാമിയെ ദർശിക്കണം. ചിലർക്ക് ഇത് ഭക്തിയായിരിക്കാം, ചിലർക്ക് ഇത് ചരിത്രമായിരിക്കാം, ചിലർക്ക് ഇത് യാത്രയുമായിരിക്കാം. എന്നാൽ മറ്റു ചിലർക്ക് ഇത് ജീവിതത്തിൽ മറക്കാനാകാത്ത ആത്മീയ അനുഭവമാണ്. ഓം നമഃ ശിവായ.